നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റിയുടെ ബികോം കോ ഓപ്പറേഷൻ 4th സെമസ്റ്ററിൻ്റെ എലക്റ്റീവ് പേപ്പറായിട്ടുള്ള കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന പേപ്പറിൻ്റെ 3rd മൊഡ്യൂളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ 3rd മൊഡ്യൂളിൽ നമ്മൾ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരളത്തിൽ ഇവിടെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഈ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് അണ്ടർ ദ പോർട്ട്ഫോളിയോ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോഓപ്പറേഷൻ എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോഓപ്പറേഷൻ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയിലാണ് ഏത് വരുന്നത്, ഈ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ എന്നും അതിനെ പറയാറുണ്ട്. അപ്പം നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി നോക്കുകയാണെങ്കിൽ അവർ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് പോർട്ട്ഫോളിയോ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്നാൽ ഇന്ന് കേരളത്തിൽ ഇൻ കേരള കോഓപ്പറേഷൻ ഈസ് എ സബ്ജക്റ്റ് ഡെൽറ്റ് സെപ്പറേറ്റ്ലി അണ്ടർ എ സെപ്പറേറ്റ് പോർട്ട്ഫോളിയോ. അപ്പോൾ കേരളത്തിൽ സഹകരണ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉണ്ട്. ആ സഹകരണ വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടാവും, സഹകരണ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ രജിസ്ട്രാർമാരുണ്ട്, രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അങ്ങനെ ഒരു സെപ്പറേറ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ, ഈ സഹകരണ വകുപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ ഈ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് മിനിസ്ട്രിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് മിനിസ്ട്രി ഓഫ് കോഓപ്പറേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ്സ് ഉണ്ട്. ഈ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ്സ് ആണ് അവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടും ഡെവലപ്മെൻറ്റലായിട്ടും അതേപോലെ പ്രൊമോഷണലായിട്ടുമുള്ള ഫങ്ഷൻസ് ഒക്കെ നിറവേറ്റുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. രജിസ്ട്രാർക്ക് വളരെ വലിയ ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ ഈ ഒരു മേഖലയിൽ നിർവഹിക്കേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടൊക്കെ നമുക്ക് ആരെ പറയാൻ പറ്റും, ഈ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ പറയാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് വെച്ചാൽ എന്താണ് എന്നൊരു ചോദ്യം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. രജിസ്ട്രാർ മീൻസ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആസ് പെർ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ആൻഡ് കൺഫർ ഓൾ പവേഴ്സ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്നാണ് നമുക്കതിനൊരു ഡെഫിനിഷനായി പറയാൻ കഴിയുക. എന്താണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് ഈ പറഞ്ഞ സംഘം. അപ്പോൾ രജിസ്ട്രാർ എന്ന് വെച്ചാൽ ആരാണ്? രജിസ്ട്രാർ എന്ന് വെച്ചാൽ നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഓഫീസറാണ് ആരെന്ന് പറയുന്നത്, രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ആ സെക്ഷനിൽ ഈ രജിസ്ട്രാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ഒരുപാട് പവറുകളും ഡ്യൂട്ടികളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പവറുകൾക്കും ഡ്യൂട്ടികൾക്കും അനുസരിച്ചിട്ട് നമ്മൾ ഒരാളെ നിയമിക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, രജിസ്ട്രാർ എന്ന് പറയാൻ കഴിയും. ഇനി രജിസ്ട്രാറിൻ്റെ പലതരത്തിലുള്ള ഡ്യൂട്ടികൾ കൂടി പറയുന്നുണ്ട്, ഡ്യൂട്ടീസ് ഓഫ് രജിസ്ട്രാർ. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ 1-2 തവണയെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ രജിസ്ട്രാറിൻ്റെ ഡ്യൂട്ടിയും രജിസ്ട്രാറിൻ്റെ ഫങ്ഷൻസും ഒക്കെ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സംഗതികളാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇവിടെ പറയുന്ന ഞാൻ കുറച്ച് ഡ്യൂട്ടീസ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ടു റിസീവ് ആൻഡ് എൻക്വയർ ഇൻ ടു ആപ്ലിക്കേഷൻസ് ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രാറിൻ്റെ മുന്നിലേക്ക് വരുന്ന പലതരം ആപ്ലിക്കേഷൻസ് വരും. അത് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് ആവാം, അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് ആവും, അതേപോലെ ചിലപ്പോൾ ടെർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് ആവും. അങ്ങനെ ഈ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ആ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുക, അതിന്മേൽ എന്തെങ്കിലും എൻക്വയറി നടത്താനുണ്ടെങ്കിൽ ആ എൻക്വയറി നടത്തുക എന്ന് പറയുന്നത്
രജിസ്ട്രാറിൻ്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ ടു രജിസ്റ്റർ ദ ബൈലോസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് അമെൻമെൻറ്റ്സ് ടു ദം എന്ന് വെച്ചാൽ ഏതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയാലും ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു നിയമാവലി ഉണ്ടാവണം, ഒരു ബൈലോ ഉണ്ടാവണം. ഈ ബൈലോ രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്ട്രാറിൻ്റെ ഡ്യൂട്ടിയാണ്. ഈ ഒരു ബൈലോ നമ്മൾ അവിടെ എനാക്ട് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മൾക്ക് വർഷങ്ങളോളം ആ ഒരൊറ്റ ബൈലോയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാലാനുഗതമായ ചില മാറ്റങ്ങൾ ആ ബൈലോയിൽ വരുത്തേണ്ടി വരും. അപ്പോൾ അതിനെയാണ് അമെൻമെൻറ്റുകൾ എന്ന് പറയുക. അപ്പോൾ ഈ ബൈലോയുടെ രജിസ്ട്രേഷനും അമെൻമെൻറ്റിൽ വരുന്ന രജിസ്ട്രേഷനും ഒക്കെ പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ രജിസ്ട്രാറുടെ ഡ്യൂട്ടിയാണ്. ഓഡിറ്റ് ദ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുക. ടു മേക്ക് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ടു പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് ഓവർ ഡ്യൂ ലോൺസ്. നമ്മുടെ അസറ്റുകളുടെയും ലയബിലിറ്റികളുടെയും വാല്യുവേഷൻ നടത്തുക. അതേപോലെ ഓവർ ഡ്യൂ ലോണുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് രജിസ്ട്രാറിൻ്റെ ഒരു ഡ്യൂട്ടികളിൽ വരുന്നതാണ്. ടു സീ ദ ആക്ട്, റൂൾസ് ആൻഡ് ബൈലോ ആർ ഒബ്സർവ്ഡ് എന്ന് വെച്ചാൽ എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ കോഓപ്പറേറ്റീവ് സഹകരണ സ്ഥാപനങ്ങളും നമ്മുടെ 1969 പാസ്സാക്കിയിട്ടുള്ള സഹകരണ നിയമമുണ്ടല്ലോ, ആ സഹകരണ നിയമത്തിലെ എല്ലാ റൂളുകളും ബൈലോകളും അതേപോലെ ആക്റ്റും ബൈലോസും ഒക്കെ കൃത്യമായി അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആ ഒരു ഇത് കൃത്യമായിട്ട് നോക്കണം. എപ്പോഴും ഒരു എന്താണ് നമ്മൾ നോക്കിക്കാണുക എന്നതാണ്. അപ്പോൾ ടു മേക്ക് സ്പെഷ്യൽ ഇൻസ്പെക്ഷൻസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ എന്ന് വെച്ചാൽ എപ്പോഴാണോ അത്യാവശ്യമായി വരിക ആ സമയങ്ങളിൽ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വേണ്ട ഇടങ്ങളിൽ സ്പെഷ്യൽ ഇൻസ്പെക്ഷൻസ് നടത്തുക. ഡിസോൾവ് സൊസൈറ്റീസ്, ചില സൊസൈറ്റികളെയെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഡിസോൾവ് ചെയ്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ പിരിച്ചുവിടേണ്ടിയൊക്കെ വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. ടു ക്യാരി ഔട്ട് ദെയർ ലിക്വിഡേഷൻ. അപ്പോൾ ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ ലിക്വിഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റുക എന്ന് പറയുന്നത് നമ്മുടെ രജിസ്ട്രാറിൻ്റെ ഡ്യൂട്ടി ആയിട്ട് പറയാൻ കഴിയും. പിന്നെ അതേപോലെ നമുക്ക് ഇനി അടുത്തതായിട്ട് പറയാൻ കഴിയുന്നത് ഫങ്ഷൻസ് ഓഫ് രജിസ്ട്രാർ ആണ് പറയുന്നത്. ഈ ഫങ്ഷൻസ് ഓഫ് രജിസ്ട്രാർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഈ ഫങ്ഷൻസ് ഓഫ് രജിസ്ട്രാർ എന്ന് പറയുന്നത്, ഈ ഫങ്ഷൻസ് ഓഫ് രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 ഫങ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസും അതേപോലെ ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസും ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഇത്രയേ ഉള്ളൂ, ഈ സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസും ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസും ആണ്. പക്ഷേ പ്രൊമോഷണൽ ഫങ്ഷൻസൊക്കെ പോലെയുള്ള ഒരു ഫങ്ഷന് കൂടിയൊക്കെ നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ആദ്യത്തേതാണ് സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻ അത് ആദ്യം പറയുന്നത് എന്താണ്? ഓൾ ഡ്യൂട്ടീസ് എൻജോയ്ഡ് ഓൺ ഹിം അണ്ടർ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സച്ച് ആസ് രജിസ്ട്രേഷൻ, amendment of bylaw, audit of accounts, inspection, enquiry, arbitration and settlement of disputes, execution of awards and decree and liquidation. എന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും എന്താണ് നിയമപരമായ ഉത്തരവാദിത്തം ആർക്കാണ്, അല്ലെങ്കിൽ ആ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റേണ്ടത് ആരാണ്? നമ്മുടെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അത് രജിസ്ട്രേഷനുണ്ട്, അമെൻമെൻറ്റ് ഓഫ് ബൈലോ, ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്, ഇൻസ്പെക്ഷൻ, എൻക്വയറി, ആർബിട്രേഷൻ, സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, എക്സിക്യൂഷൻ ഓഫ് അവാർഡ്സ് ആൻഡ് ഡിക്രി, അതേപോലെ ലിക്വിഡേഷൻ. ഇപ്പം ഇത്തരം കാര്യങ്ങളിലെല്ലാം നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളേണ്ടത് അവിടുത്തെ കോഓപ്പറേറ്റീവ് രജിസ്ട്രാറാണ്. രണ്ടാമത്തത് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ദ ഡ്യൂട്ടി ടു എൻഷുർ ദാറ്റ് ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എവരി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കംപ്ലീറ്റഡ് വിത്തിൻ ദ ഇയർ സക്സീഡിങ് ദ ഇയർ ടു വിച്ച് ദ അക്കൗണ്ട്സ് റിലേറ്റ്. എന്ന് വെച്ചാൽ മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വർഷം ഒരു അക്കൗണ്ടിങ് ഇയർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ടിങ് ഇയർ പാസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മുടെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഉത്തരവാദിത്വമാണ്. Inspection and inquiry have to be conducted in the contingencies prescribed and action taken to get the defects brought out at such inspection or inquiry rectified. എന്ന് വെച്ചാൽ എൻക്വയറിയോ ഇൻസ്പെക്ഷനോ കണ്ടക്ട് ചെയ്യേണ്ടി വരുന്ന സമയങ്ങളിൽ അത് ചില അടിയന്തര സാഹചര്യങ്ങളിലാണ് അത് കണ്ടെത്തേണ്ടി വരിക, അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യേണ്ടി വരിക. അത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായി അത് കണ്ടക്ട് ചെയ്യുകയും അതേപോലെ തന്നെ എന്തെങ്കിലും അപാകതകളോ തെറ്റുകുറ്റങ്ങളോ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക.
he has to see that disputes in societies are disposed of promptly and the execution of awards and decrees is carried out expeditiously. എന്ന് വെച്ചാൽ ഈ സൊസൈറ്റികൾക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം തർക്കങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ പരിഹരിക്കപ്പെടുക, അവർക്ക് നമുക്ക് എന്തെങ്കിലും ശിക്ഷാ നടപടികളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു രജിസ്ട്രാറിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷനിൽ പെടുന്നവയാണ്. ഇനി നമുക്ക് പറയാൻ കഴിയുന്നത് അവിടുത്തെ ഡെവലപ്മെൻ്റൽ ഫംഗ്ഷനാണ്. ഡെവലപ്മെൻ്റലി അദ്ദേഹത്തിന് എന്തെല്ലാം ഫങ്ഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം കർത്തവ്യങ്ങൾ അദ്ദേഹത്തിന് അവിടെ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെയാണ്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ആൻ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഓഫ് ദ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ടു സാറ്റിസ്ഫൈ ഇറ്റ് സെൽഫ് ബിഫോർ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ് ദാറ്റ് it has reasonable prospects of success in cooperative functioning and its business aspirations. എന്ന് വെച്ചാൽ ഒരു കോഓപ്പറേറ്റീവ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പിട്ട് തന്നെ ആ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആ മേഖലയിൽ സക്സസ് ആകാൻ കഴിയും എന്ന് സക്സസ് ആവാൻ കഴിയുമെന്ന് കൃത്യമായ വിലയിരുത്തലുകൾ നടത്തേണ്ടത് ആരാണ്? നമ്മുടെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അത്തരം സൊസൈറ്റികൾക്കാണ് അവിടെ എന്ത് കൊടുക്കേണ്ടത്? അവിടെ രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത്. The department has also to help in designing a framework in which the institution can function satisfactorily without detriment to its cooperative character and the structural requirement of its business. എന്ന് വെച്ചാൽ ഈ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മുടെ എന്ത് കാര്യങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്യുകയോ ഡിസൈൻ ചെയ്യുകയോ ചെയ്താലും അവിടെ ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മേഖലയുടെ കോഓപ്പറേറ്റീവ് ക്യാരക്ടറോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറോ ഉണ്ട്. ഈ കോഓപ്പറേറ്റീവ് ക്യാരക്ടറും സ്ട്രക്ചറിനും അനുയോജ്യമായ തരത്തിലുള്ള ഡിസൈനിങ് മാത്രമേ അവിടെ നടക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് എത്ര വലിയ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് വന്നാലും അവിടെ ഈ കോഓപ്പറേറ്റീവ് ക്യാരക്ടർ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസൈൻ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ കഴിയും. ഇനി മൂന്നാമത്തെ, ദ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഓൾസോ എക്സ്പെക്റ്റഡ് ടു ഇൻഡിക്കേറ്റ് ദ ഫൈനാൻസിങ് അറേഞ്ച്മെൻറ്റ് required to be made for setting the enterprises on a good start and to make its proposal to government as to what part of the initial capital required would have to be provided by the members participating the enterprise and what part may have. ഒരു സ്ഥാപനം തുടങ്ങുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ ഫൈനാൻസിങ് അറേഞ്ച്മെൻറ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റി തുടങ്ങുമ്പോൾ ആ സൊസൈറ്റിയിൽ ആ ഇനിഷ്യൽ ക്യാപിറ്റൽ എത്ര അവിടുത്തെ പാർട്ടിസിപ്പേറ്റിംഗ് മെമ്പേഴ്സ് കൊണ്ടുവരേണ്ടി വരും, എത്ര അസിസ്റ്റൻസ് നമ്മൾ വെളിയിൽ നിന്ന് ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് കണ്ടെത്തേണ്ടി വരും, അത്തരമുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ നിശ്ചയിക്കപ്പെടേണ്ടതാണ്. അതും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയാൻ കഴിയും കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മുടെ രജിസ്ട്രാറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 15 മാർക്ക് ചോദ്യം പോലെയുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കാം. രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു 15 മാർക്കിൻ്റെ വരെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഞാൻ ഈ പറഞ്ഞു തന്ന നോട്ട് അത് കൃത്യമായിട്ടൊന്ന് ബൈ ഹാർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റിയാൽ നമുക്ക് 15 മാർക്കിനകത്തൊരു 10-13 മാർക്ക് വരെയെങ്കിലും സെക്യൂർ ചെയ്യാൻ കഴിയും എന്നാണ് നമ്മുടെ വിശ്വാസം കേട്ടോ. ഇനി അടുത്ത ഏരിയ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പാണ്. നമ്മൾ കേരളത്തിലെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ജനറലായിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പ് കാണാതെ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് അണ്ടർ ദ മിനിസ്റ്റർ ഓഫ് കോഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോഓപ്പറേഷൻ ഈസ് ഹെഡഡ് ബൈ സ്പെഷ്യൽ സെക്രട്ടറി. അപ്പോൾ നമ്മുടെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? ഒരു സ്പെഷ്യൽ സെക്രട്ടറിയാണ്. The line department has 2 wings, namely general wing and audit wing. അപ്പോൾ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ 2 വിങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ 2 വിങ്ങുകളിൽ ഒരു വിങ് എന്ന് പറയുന്നത് ജനറൽ വിങ് ആണ്, അതേപോലെ അടുത്ത വിങ് എന്ന് പറയുന്നത് ഓഡിറ്റ് വിങ് ആണ്. ഇനി ആ ജനറൽ വിങ്ങിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്.
who looks after the administrative matters relating to cooperative societies. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇനി ദ ഓഡിറ്റ് വിങ് ഈസ് ഹെഡഡ് ബൈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ 2 വിങ്ങുണ്ട്, ജനറൽ വിങ്ങും ഓഡിറ്റ് വിങ്ങുമാണ്. അതിനകത്ത് ഓഡിറ്റ് വിങ് കൈകാര്യം ചെയ്യുന്നത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റാണ്. അപ്പോൾ മറക്കരുത്, അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ ഉണ്ട്, അതിന് താഴെ അവർ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ സെക്രട്ടറിയാണ്. അതിന് താഴെ അവർ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇതിനെ തിരിക്കുമ്പോൾ 2 വിങ്ങുകളായി തിരിക്കാൻ കഴിയും. അത് ജനറൽ വിങ്ങും ഓഡിറ്റ് വിങ്ങുമാണ്. ജനറൽ വിങ്ങിൻ്റെ ഹെഡായിട്ട് വരുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അദ്ദേഹം ഹു ലുക്സ് ആഫ്റ്റർ ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് relating to cooperative societies, and the audit wing is headed by the director of cooperative audit എന്നാണ് നമുക്കത് പറയാൻ കഴിയും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ജനറൽ ആയിട്ടൊരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എങ്ങനെയാണ് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് സ്റ്റേറ്റ് ലെവലിൽ എങ്ങനെയാണ്, അതേപോലെ ഡിസ്ട്രിക്റ്റ് ലെവലിൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ താലൂക്ക് ലെവലിൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അവിടെ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്റ്റേറ്റ് ലെവൽ പഠിക്കുക, നല്ല സ്റ്റേറ്റ് ലെവൽ നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതേപോലെയാണ് അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഡിസ്ട്രിക്റ്റിലും താലൂക്കിലും ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ അവിടെ സ്റ്റേറ്റ് ലെവൽ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് ലെവൽ പറഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ സ്റ്റേറ്റ് ലെവലിൽ എങ്ങനെയാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്. ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ദ ഹെഡ് ഓഫ് ദ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള. അത് നമുക്ക് പച്ചവെള്ളം പോലെ പഠിച്ചു വെച്ചേണ്ട കാര്യമാണ്. ഒരു കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഹീ ഈസ് അസിസ്റ്റഡ് ബൈ 5 അഡീഷണൽ രജിസ്ട്രാർ, 3 ജോയിൻറ്റ് രജിസ്ട്രാർ ഇൻ ചാർജ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, കൺസ്യൂമർ സൊസൈറ്റീസ് ആൻഡ് ഓഡിറ്റ് വിങ്. അപ്പോൾ അദ്ദേഹത്തിന് താഴെ 5 അഡീഷണൽ രജിസ്ട്രാർമാരും അതേപോലെ തന്നെ 3 ജോയിൻറ്റ് രജിസ്ട്രാർമാരുണ്ട്. ഈ 3 ജോയിൻറ്റ് രജിസ്ട്രാർമാർ എന്ന് പറയുന്നത് ഒന്ന് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെയും 2 കൺസ്യൂമർ സൊസൈറ്റീസിൻ്റെയും അതേപോലെ 3 ഓഡിറ്റ് വിങ്ങിൻ്റെയും ചാർജുള്ള ആളുകളാണ്. ഇനി ഇൻ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, ICDP എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. അപ്പോൾ ആൻഡ് ജനറൽ വിങ്, അപ്പോൾ അവിടെ അതിനോടൊപ്പം തന്നെ ഈ വിങ്ങുകളും ഉണ്ട്. അതാ ICDPയുടെയും ജനറൽ വിങ്ങിൻ്റെയും ആളുകൾ കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. പ്ലാനിംഗ് വിങ് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് വെച്ചാൽ ഈ പ്ലാനിംഗ് വിങ് എന്ന് പറയുന്നത് രജിസ്ട്രാറിൻ്റെ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് രജിസ്ട്രാറിൻ്റെ ഡയറക്റ്റ് കൺട്രോളിലാണ്. ഇനി 3 ജോയിൻറ്റ് രജിസ്ട്രാർസ്, 1 ഈച്ച് ഫോർ മാർക്കറ്റിംഗ് ആൻഡ് പ്രൈസിങ്, SC/ST വിങ് ആൻഡ് വിജിലൻസ് വിങ്. മനസ്സിലായോ? അപ്പോൾ അവിടെ 3 ജോയിൻറ്റ് രജിസ്ട്രാർമാരുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒന്ന് മാർക്കറ്റിങ്ങിൽ വരും, മാർക്കറ്റിംഗ് ആൻഡ് പ്രൈസിങ്ങിൽ വരും, രണ്ടാമത്തെ SC/ST വിങ്ങിൽ വരും, അതേപോലെ അടുത്ത ഒരാൾ വിജിലൻസ് വിങ്ങിൽ വരും. ഇനി ദ ജോയിൻറ്റ് രജിസ്ട്രാർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഈസ് അറ്റൻഡിങ് ടു ദ മാറ്റേഴ്സ് കണക്റ്റിംഗ് വിത്ത് മാർക്കറ്റിംഗ് ആൻഡ്, അത് നമുക്കറിയാമല്ലോ, മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം നോക്കുന്നത്. SC/STയുമായിട്ട് ബന്ധപ്പെട്ട അത്തരം ബാങ്കുകളുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കാര്യങ്ങളാണ് ആ ഒരു ജോയിൻറ്റ് രജിസ്ട്രാർ നോക്കുന്നത്. അതേപോലെ തന്നെ അവസാനത്തെ ഓഡിറ്റ് വിങ്ങിൽ വിജിലൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നോക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, അതിന് താഴെ 5 അഡീഷണൽ രജിസ്ട്രാർമാരും 3 ജോയിൻറ്റ് രജിസ്ട്രാർമാരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഓരോരുത്തരും ഏതിൻ്റെയൊക്കെ ഈ 5 അഡീഷണൽ രജിസ്ട്രാർമാരും 3 ജോയിൻറ്റ് രജിസ്ട്രാർമാരും ഏതിൻ്റെ ഹെഡുകളായിട്ട് വരും എന്ന് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി അതിനുശേഷം ഇൻ അഡീഷൻ ടു ദിസ്, അതിനുശേഷം there is a law officer, finance officer and a research officer who gave advice on various matters relating to law, finance and research as the case may be. അപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ലോ ഓഫീസറും ഫൈനാൻസ് ഓഫീസറും
അതേപോലെ തന്നെ ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഒരു റിസർച്ച് ഓഫീസറും അതേപോലെ തന്നെ ഒരു ലോ ഓഫീസറും, അങ്ങനെ 3 പേര് കൂടിയുണ്ട്. അവർ ലോ, ഫൈനാൻസ്, റിസർച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് അഡ്വൈസ് തരുന്നത്. ഇൻ അഡീഷൻ ടു ദ എബവ് there are 6 deputy registrars and 14 assistant registrar to assist the registrar in matters of general administration and audit. അപ്പോൾ ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു 6 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും ഒരു 14 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരും രജിസ്ട്രാറിനെ പലതരം കാര്യങ്ങൾ, അത് ജനറൽ അഡ്മിനിസ്ട്രേഷനും ആഡിറ്റും പോലെയുള്ള പലതരം കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ 10 വിങ്ങികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 10 വിങ്ങികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ആ 10 വിങ്ങികൾ ക്രെഡിറ്റ് വിങ്ങുണ്ട്, അതേപോലെ തന്നെ കൺസ്യൂമർ, ഹൗസിംഗ്, മിസലേനിയസ്, പല ഓഡിറ്റ് വിങ്, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിങ്, SCST, ജനറൽ ട്രെയിനിങ് ആൻഡ് വിജിലൻസ് വിങ്, പ്ലാനിങ്, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്, അതേപോലെ മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് എംപ്ലോയീസ് ഓഫ് കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ICDP ഇൻ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്. അത്രയാണ് നമുക്ക് പറയാൻ കഴിയുന്ന 10 വിങ്ങുകൾ എന്ന് പറയാൻ കഴിയുന്നത് ആ രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നതാണ്. ഇനി ഈ ഉള്ളത് ഞാൻ പറഞ്ഞ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒരു എന്തെന്ന് പറയാൻ പറ്റും, ആ ഓഫീസിൽ പ്രവർത്തിക്കുന്ന വിങ്ങുകളുടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. അവിടെ ലോ ഓഫീസ് ഞാൻ പറഞ്ഞല്ലോ, ലോ ഓഫീസറുണ്ട്, ഫൈനാൻസ് ഓഫീസറുണ്ട്, റിസർച്ച് ഓഫീസറുണ്ട്, അതേപോലെ തന്നെ കുറച്ച് അഡീഷണൽ രജിസ്ട്രാർമാരും ഉണ്ട്. അപ്പോൾ ലോ ഓഫീസർ ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, ഫൈനാൻസ് ഓഫീസർ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, റിസർച്ച് ഓഫീസർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് കൊടുക്കുന്നു, അഡ്വൈസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ താഴെ പറയുന്ന അഡീഷണൽ രജിസ്ട്രാർമാർ എന്തിനൊക്കെയാണെന്ന് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ICDP, പിന്നെ ക്രെഡിറ്റ്, കൺസ്യൂമർ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, ഓഡിറ്റ്, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. അങ്ങനെ 6ഉം 4ഉം 10 വിങ്ങുകളാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് അറ്റ് സ്റ്റേറ്റ് ലെവലിൽ പറയുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് അറ്റ് ഡിസ്ട്രിക്ട് ലെവലും താലൂക്ക് ലെവലും ഉണ്ട്. ഏകദേശം ഇങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. 2 വിങ്ങുകളുണ്ട്. അതിലൊന്ന് ജനറൽ വിങ്ങും ഒന്ന് ഓഡിറ്റ് വിങ്ങുമാണ് എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും. അതങ്ങനെ തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഒന്ന് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത്